ദൈവത്തിന്റെ കൈ, യേശുപ്പച്ചന്റെ കൈ നിന്നോട് കൂടെ ഇരിക്കണം. പത്രോസ് ആ കൈയുടെ ബലം വളരെ നന്നായി അനുഭവിച്ചവനാണ്. തിബരിയാസ് കടലിൽ ചാടി ഇറങ്ങി വെള്ളത്തിൽ നടക്കാൻ തുടങ്ങി, വെള്ളത്തിൽ മുങ്ങി. നിങ്ങൾക്കറിയാം സൺഡേ സ്കൂൾ സ്റ്റോറി. ഒരു ട്രാൻസ്ലേഷൻ ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്, ഇനി പൊങ്ങത്തില്ല എന്ന ക്രമത്തിൽ അവസാനം മുങ്ങിയപ്പോ നമ്മൾ ചിന്തിച്ചതാണ് ഇനി പൊങ്ങത്തില്ല, ഇനി പൊങ്ങത്തില്ല തീർന്നെന്ന് പറഞ്ഞ് മുങ്ങിയപ്പോ ഒരു കൈ പിടിച്ചു. ആ കൈ ഒരു സാധാ കൈയല്ല കേട്ടോ, ഒരു ബലമുള്ള കൈ അവനെ പിടിച്ചു. എന്താ ബലമുള്ള കൈ? ആ വീശുന്ന കാറ്റിനേക്കാൾ ശക്തിയുള്ള കൈ. കാരണം ആ കാറ്റിനെ സൃഷ്ടിച്ച കൈ, ആ തിരമാലയെ, ആ സമുദ്രത്തെ സൃഷ്ടിച്ച കൈ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിന്നെ താഴ്ത്തുന്ന സകല പോരുകളുടെ മേൽ പ്രശ്നങ്ങളെക്കാൾ ശക്തിയുള്ള, നിന്നെ ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു കൈ ഇതാ നിന്നെ തൊടുകയാണ്. ശബ്ദമുയർത്തി വായ്കളെ തുറന്ന ജനം ദൈവത്തെ സ്തുതിക്കുക. 1 പത്രോസ് 5:6 അത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത്, ഡ്യൂ ടൈം, തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ.